16-ാം തീയതി, അതായത് സെപ്റ്റംബർ 16-ാം തീയതി 4:30 മണിക്കാണ് ഞങ്ങളുടെ ഖത്തർ എയർവേസ് ഫ്ലൈറ്റ് സിയാറ്റിൽ നിന്ന് പുറപ്പെടേണ്ടത്. അപ്പോൾ ഈ പോർട്ട്ലാൻഡിൽ നിന്ന് സിയാറ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കാറ് ഒരു 3.5 മണിക്കൂർ 3.25 മണിക്കൂർ എടുക്കും. അപ്പോൾ നമുക്ക് സ്പീഡ് ട്രാക്കിലൂടെ പോകാം, ഫ്രീ വേയിലൂടെ. ഫ്രീ വേ എന്ന് പറയുന്നത് എക്സ്പ്രസ് ഹൈവേ ആണ്. അപ്പോൾ ആ സ്പീഡ് ട്രാക്കിലൂടെ പോകുക എന്ന് പറയുന്നത് കാരണം 4 പേരുള്ളതുകൊണ്ട്, അപ്പോൾ ഞങ്ങൾ 4 പേര് ആ വണ്ടിയിലുള്ളതുകൊണ്ട് സൗകര്യമാണ്. അപ്പോൾ ഇടത്തൂടെ പോകാം. അപ്പോൾ അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു 9:30 മണിക്ക് ഇറങ്ങിയാലേ പറ്റുള്ളൂ. കാരണം ചിക്കൻ ടൈമിൽ അവിടെ ചെല്ലണം. പിന്നെ അവിടെ ചെന്നതിന് ശേഷം പിന്നെ ലോഞ്ചിലൊക്കെ പിന്നെ ഇരിക്കാം, ആഹാരമൊക്കെ കഴിക്കാമല്ലോ. അപ്പോൾ ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ അതായത് ഞാൻ 2 ദിവസം മുമ്പ് എടുത്ത ആ വീഡിയോയിലൊക്കെ കാണുന്ന മരങ്ങളല്ല നമ്മൾ അന്ന് കാണുന്നത്. അപ്പോൾ ഈ 16-ാം തീയതി ആയപ്പോഴത്തേക്ക് അതിൻ്റെ തലേന്നൊക്കെ എടുത്ത വീഡിയോയിൽ അത്രത്തോളം മഞ്ഞ് വന്നിട്ടില്ല. ഈ മഞ്ഞെന്ന് പറയുന്നത് അതിൻ്റെ കാണുന്ന ഇല പഴുക്കുന്നത് ഒരു ഗോൾഡൻ യെല്ലോ ആണത്. കാണേണ്ടതാണ്. നല്ല തിളക്കമുള്ള ഒരു മഞ്ഞയാണ് അത്. സാധാരണ നമ്മുടെ ഇവിടെ ഉള്ള മരങ്ങൾക്ക് കാണുന്ന നിറമല്ല ഇലകൾ. എന്നിട്ട് ഇതിപ്പോൾ ഈ ഒരാഴ്ച കഴിഞ്ഞാൽ ഇനി അടുത്ത ആഴ്ച ആകുമ്പോൾ ഇതിൻ്റെ നിറം അങ്ങ് മാറും, ഇത് ചുമക്കും, എല്ലാം അങ്ങ് ചുവപ്പാവും. ചുവപ്പായി കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു 10 ദിവസം നിന്നിട്ട് പിന്നെ അങ്ങ് കൊഴിഞ്ഞു പോയാൽ പിന്നെ കമ്പുകൾ മാത്രമേ കാണാവുള്ളൂ. ഒരു തവണ ഞാൻ പണ്ട് അമേരിക്കയിൽ പോയപ്പോൾ ഈ കമ്പുകൾ മാത്രമുള്ള സമയത്താണ് ചെല്ലുന്നത്. പക്ഷേ ഇപ്പോൾ ഇത് രണ്ടും കാണാൻ പറ്റി. ഇപ്പം ഏതാണ്ട് ചുമന്ന മരങ്ങളും കുറേ കണ്ടു, കുറേ മഞ്ഞയൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വഴി നീളെ സൈഡ് മുഴുവൻ കാണുന്നത് നല്ല സ്വർണ്ണ കളറാണ് ഈ മരത്തിൻ്റെയൊക്കെ. അങ്ങനെ ഒരു ചന്തം നമുക്ക് കാണണമെങ്കിൽ ഞാൻ ഇത് ഇവിടെ അമേരിക്കയിലെ യഥാർത്ഥത്തിൽ അതാ കാണാൻ കിട്ടും കേട്ടോ. അമേരിക്കയിൽ മാത്രമേ നമുക്കിത് കാണാൻ പറ്റൂ. പിന്നെ അതുപോലെ തന്നെ അസർബൈജാനിലൊരു ഭാഗത്ത് ഇത് തന്നെ കാണാം നമുക്ക്. ഇതേപോലെ ഞാൻ ഇതേ കളർ ചേഞ്ച് അസർബൈജാനിലും കണ്ടിട്ടുണ്ട്. ബാക്കി എങ്ങും ഞാൻ ലോകത്തെങ്ങും ഇത് കണ്ടിട്ടില്ല. അതുപോലെ അത്ര സ്റ്റൈലാണ് ഇത് കാണാൻ. എല്ലാ സ്ഥലങ്ങളിലും അമേരിക്കയിൽ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും നമുക്കിത് കാണാവുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഈ ആ അതിൻ്റെ തലേന്ന് തന്നെ ഞാൻ വൈകുന്നേരം ഇറങ്ങി കുറച്ച് ഫോട്ടോഗ്രാഫ്സ് ഞാൻ ആ മരത്തിൻ്റെയൊക്കെ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ താമസിച്ച ആ സ്ഥലത്തിൻ്റെ ഉള്ള മരങ്ങളുള്ളത്. അത് കഴിഞ്ഞാൽ കാരണം അത് അത്ര നമുക്ക് കണ്ടാലത് മതിയാവത്തില്ല, ആ രീതിയിലുള്ളതാണ്. പിന്നെ പിറ്റേന്ന് ഞങ്ങൾ ഇവിടുന്ന് ഇതുപോലെ യാത്ര വളരെ ഒരു നീണ്ട യാത്രയാണ്. 3.5 മണിക്കൂർ കാർ ഓടിക്കണം. മോനിങ്ങനെ കാർ ഓടിച്ചു. ഞങ്ങൾ ഈ വഴിയിലെ കാഴ്ചകളെല്ലാം കണ്ട് ഇങ്ങനെ പോവുകയാണ്. നല്ല സ്പീഡിലാണ് പോകുന്നതെങ്കിലും അതുകൊണ്ട് ശരിക്കൊന്നും എടുക്കാൻ പറ്റത്തില്ല. കാരണം പിന്നെ ഇത് നമ്മൾ അത് വീഡിയോ എടുക്കുമ്പോൾ ഉള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ വേണ്ടി വണ്ടി നിർത്താനൊന്നും പറ്റത്തില്ല. ഇങ്ങനെ പോകുന്ന പോക്കിനെ എടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഇത് വലിയൊരു പ്രൊഫഷണൽ അല്ലാത്തത് കൊണ്ട് എനിക്ക് അതിനകത്ത് ചില കുറ്റങ്ങളൊക്കെ അതിനകത്ത് കാണും. പക്ഷേ ഈ മരങ്ങളുടെ കളർ ചേഞ്ച് അങ്ങ് വരെ എനിക്ക് കാണാൻ പറ്റി. ആ കാണാൻ പറ്റിയ കുറേ ഭാഗം വീഡിയോകൾ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവിടെ ചെന്നു. നേരെ അവിടെ എയർപോർട്ടിൽ ചെന്നപ്പോൾ അവിടെ നമുക്ക് ഈ പെട്ടികൾ എടുത്തുകൊണ്ട് പോകാനായിട്ട് വണ്ടി വേണം. അപ്പോൾ നമുക്ക് ഈ ട്രോളി ഉണ്ടല്ലോ, അത് എടുക്കണം. ട്രോളി എടുക്കാൻ പോയി കഴിഞ്ഞപ്പോൾ എന്താണെന്നറിയോ, ഒരു ട്രോളി എടുക്കുന്നതിന് $8 ഒരു ട്രോളിക്ക്, ഒരു ശകലം നേരത്തേക്ക്. എനിക്ക് തെറ്റുപറ്റിപ്പോയി. കാരണം എന്താണെന്നറിയോ, ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഒരു 50 അടി മതിയായിരുന്നു എൻ്റെ ആ ഗേറ്റിലേക്ക്, അവിടെ ചെക്ക് ഇൻ ചെയ്യേണ്ട ആ സ്ഥലത്തേക്ക് പോകാനായിട്ട്. അത് ഒരു 50 അടിയുടെ ആവശ്യമുള്ളൂ. പെട്ടി ഉരുട്ടിക്കൊണ്ട് പോയാൽ മതിയായിരുന്നു. ഞാൻ ഓർത്തില്ല. മോൻ എന്തായാലും കാർഡ് കൊടുത്ത് അവൻ 2 വണ്ടി കൊണ്ടുവന്നു. പിന്നെ കൂടുതൽ നേരം കാർ അവിടെ ഇട്ടേക്കാൻ പാടില്ല, ഇട്ടിരുന്നാൽ ഫൈൻ വരും. അതുകൊണ്ട് അന്നേരം പൊക്കോളാൻ പറഞ്ഞു അവരടുത്ത്. അങ്ങനെ അവരെ കഴിഞ്ഞ് അയച്ചിട്ട് ഞാനും വൈഫും കൂടെ ഈ പെട്ടിയൊക്കെ തൂക്കിയെടുത്ത് ഇതിനകത്ത് ട്രോളി വെച്ച് തള്ളി നേരെ ഇങ്ങനെ കയറ്റി അകത്തോട്ട് കൊണ്ടുവന്നു. അവിടെ കൊണ്ടുവന്ന് നോക്കിയപ്പോൾ മുമ്പിൽ ഏതാണ്ടൊരു 4 പേര് മാത്രമേ ഉള്ളൂ ആ ക്യൂവിൽ. കാരണം ബിസിനസ് ക്ലാസ്സിൻ്റെ ക്യൂ അത് വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. ബാക്കി എക്കണോമിയിൽ അപ്പോഴത്തേക്ക് തന്നെ ഇഷ്ടംമാതിരി ആളുകളായി. കാരണം 3.5 മണിക്കൂർ മുമ്പ് ഓപ്പൺ ആവും, കൗണ്ടർ ഓപ്പൺ ചെയ്യും. അങ്ങനെ ഈ കൗണ്ടർ ഓപ്പൺ ചെയ്തു. വളരെ എന്ത് കാര്യമായിട്ട് അവർ ചെയ്തതെന്നറിയാം. ഈ പെട്ടിയൊക്കെ അപ്പോൾ ഞാനീ പ്രായമൊക്കെ ആയതുകൊണ്ടായിരിക്കാം,
ഈ പെട്ടിയൊക്കെ തൂക്കി അതിൽ നിന്ന് ഇറക്കാൻ അവരൊക്കെ സഹായിക്കുകയാണ് കേട്ടോ. ഈ കൗണ്ടറിലിരിക്കുന്ന ആ പെൺകുട്ടിയൊക്കെ വന്ന് ഈ പെട്ടി അതും കൂടെ എടുത്തു വെച്ചു. ഇതിന് പിന്നെ ഖത്തർ എയർവേസിൻ്റെ തന്നെ ഒരു സ്റ്റാഫ് വേറെയുണ്ട്, അതും ഒരു ലേഡിയാണ്. ആ കുട്ടിയും കൂടെ വന്ന് ഈ പെട്ടിയൊക്കെ എടുത്തു വെച്ചു. പിന്നെ നമുക്കൊന്നും അറിയണ്ട, ലഗേജ് അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും അറിയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ലഗേജ് അടിച്ചങ്ങ് പോയി. എന്തായാലും അത് കഴിഞ്ഞതിന് ശേഷം ഏതാണ്ട് ഒരുപാട് സമയമൊന്നും ഞങ്ങൾക്ക് അവിടെ എടുക്കേണ്ടതായിട്ട് വന്നില്ല. എല്ലാം കൂടെ ഒരു 10 മിനിറ്റ് കൊണ്ട് ഈ ചെക്ക് ഇൻ പരിപാടികളൊക്കെ കഴിഞ്ഞു. സീറ്റ് ഒക്കെ ഞങ്ങൾക്ക് പറഞ്ഞതുപോലുള്ള സീറ്റ് അവർക്ക് തരാൻ പറ്റി. കാരണം ഇതിൻ്റെ മിഡിൽ റോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്പം എനിക്ക് വൈഫിനും കൂടെ ആ മിഡിൽ റോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ ക്യാബിനാണ് അത് വരുന്നത്. നമുക്കത് അടയ്ക്കാമല്ലോ, സൈഡ് അടയ്ക്കാം. ഫ്ലൈറ്റ് പൊങ്ങിക്കഴിയുമ്പോൾ അവർ വന്ന് അത് അടയ്ക്കത്തക്കൊണ്ടുള്ള സിസ്റ്റം ഉണ്ടാക്കിത്തരും. അതുവരെ നമ്മളത് അടയ്ക്കാൻ പാടില്ല, വാതിൽ തുറന്നിടാനേ പാടുള്ളൂ. അപ്പോൾ ഇത് വളരെ വലിയ പ്രൈവസിയാണ് ഇതിനകത്ത്. അത് അത്ര ഒരു നല്ല നേട്ടമുണ്ട് ഈ ഖത്തർ എയർവേസിനകത്ത് ഈ ബിസിനസ് ക്ലാസ്സിൽ ഉള്ള ഇത്. അതായത് ഫസ്റ്റ് ക്ലാസ്സിലെ നമുക്ക് ഈ എമിറേറ്റ്സിലൊക്കെ ഫസ്റ്റ് ക്ലാസ്സിൽ കിട്ടുന്ന ഫെസിലിറ്റി ഇതിനകത്ത് കിട്ടും. നല്ല 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 വളരെ നല്ല സൗകര്യമാണ്. അങ്ങനെ ഇനി അപ്പോൾ അതിന് അങ്ങനെ ആ രീതിയിലുള്ള ടിക്കറ്റൊക്കെ അവർ ബോർഡ് ചെയ്യാനുള്ള ആ ടിക്കറ്റൊക്കെ അലോട്ട് ചെയ്തു, സീറ്റൊക്കെ അലോട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഈ ഇവിടെ അവരുടെ ലോഞ്ചിലേക്ക് ആദ്യമേ അങ്ങോട്ട് പോകുമ്പോൾ പണ്ടുള്ള പരിശോധനയൊന്നും ഇപ്പോൾ ഇല്ല കേട്ടോ. പണ്ട് ഒരു വലിയ പരിശോധന ഉണ്ടായിരുന്നു ദേഹമൊക്കെ. ഇപ്പോൾ അതൊക്കെ മുഴുവൻ സ്ക്രീൻ ചെയ്തപ്പോൾ ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റം പോലെയാണ്. കയറിയിട്ട് നമ്മുടെ മുഴുവൻ ഫോട്ടോ ഇങ്ങനെ എടുക്കുന്ന പോലെ ഇങ്ങനെ പോകുന്നത് കാണാം ആ മെഷീൻ. എന്നിട്ട് ഒന്നും പറയുന്നില്ല, എൻ്റെ അടുത്ത് ചെരുപ്പൊന്നും ഉരുണ്ടായിട്ട് വന്നില്ല. പിന്നെ അതേപോലെ തന്നെ ബെൽറ്റ് മാത്രം ഉരുണ്ടായിട്ട് വന്നു, വേറെ ഒന്നുമില്ല. പിന്നെ പണ്ടാണെങ്കിൽ മോതിരം ഇതൊക്കെ വാച്ച് അഴിക്കണം, അത് മാത്രം മതി. അങ്ങനെ നേരെ ഈ ഞങ്ങൾ പിന്നെ അവിടുന്ന് ഇത്രയും ഉള്ളൂ. ആ പെട്ടെന്ന് കാര്യങ്ങൾ തീർന്നു, ആ സെക്യൂരിറ്റിയും കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ നേരെ പോയി ഈ ലോഞ്ചിലേക്ക് പോയി. ആ ലോഞ്ചിൽ ചെന്നപ്പം വളരെ വിശാലമായ ലോഞ്ച്. അത് അവിടെ ഈ ക്ലബ് ലോഞ്ച്, ഒരു പല ലോഞ്ചുകളുണ്ട്. അപ്പം നമ്മുടെ ഈ ഗേറ്റിന് അടുത്തുള്ള ലോഞ്ച് ഗേറ്റ് 10 ഞങ്ങളത്. അപ്പോൾ ഗേറ്റ് എൻ്റെ C10. അപ്പോൾ അടുത്തുള്ള ഒരു ലോഞ്ച്, അങ്ങനെ ഒരുപാട് ലോഞ്ചുകളുണ്ട് അതിനകത്ത്. അതിൽ ഒരു ലോഞ്ചാണ് അവർ അലോട്ട് ചെയ്തത്. അവിടെ പോയി നമ്മൾ കഴിക്കുന്ന ഫുഡൊന്നും ഉണ്ടെന്ന് പറയാൻ ഒക്കത്തില്ല. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്, പിന്നെ ഉള്ളത് റൈസ് ഉണ്ട്. അത് ഫ്രൈഡ് റൈസോ ആണ്. അതിൻ്റെ കൂടെ എന്തോ ഒരു കറി എന്നൊക്കെ പറയുന്നത് അത് ഈ ഫിഷാണ്. അത് അവിടുത്തെ ഫിഷെല്ലാം നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല, അതൊന്നും ഞങ്ങൾ എടുത്തില്ല. പിന്നെ കുറച്ച് വെജിറ്റേറിയൻ ഫുഡ് ഒക്കെ ഉണ്ട്, അത് അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചലകളും ഒക്കെ, അതുമൊക്കെ എടുത്ത് കഴിച്ച് അവിടെ ഇരുന്ന് ഫ്ലൈറ്റ് ഏതാണ്ട് 1 മണിക്കൂർ മുമ്പ് തന്നെ ബോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നല്ല ഫുഡ് വേറെ ഉണ്ട്. അത് കാരണം അന്ന് ബോർഡ് ചെയ്യുമ്പോൾ തന്നെ അന്നേരം മുതൽ അവർ ആഹാരമൊക്കെ തരും എല്ലാം. അപ്പോൾ ബോർഡ് ചെയ്തു. യാത്ര വളരെ സുഖമായിരുന്നു. സുഖമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെഡ് നീണ്ട് നിവർന്ന് കിടക്കാം അതിലെ ബെഡിൽ. കാരണം ഫുൾ ബെഡ് കിട്ടും. അത് എമിറേറ്റ്സിലും ഈ ഖത്തർ എയർവേസിലും മാത്രമേ ഉള്ളൂ ഈ ഫെസിലിറ്റി. ഫുൾ ബെഡാണ്, നേരെ നമുക്ക് കിടക്കാം. പക്ഷെ അങ്ങനെ കിടന്നൊന്നും ഉറങ്ങാനൊന്നും പറ്റത്തില്ല. ഞാൻ വളരെ കുറച്ചേ ഉറങ്ങുള്ളൂ. മാത്രമല്ല ഇങ്ങോട്ട് വരുമ്പോൾ ഈ ജെറ്റ് ലാഗ് ഒഴിവാക്കാനായിട്ട് ഞാൻ ചെയ്തൊരു മണ്ടത്തരമാണെന്ന് വേണോ അത് കരുതാം. അത് തെറ്റാണ്. ഞാൻ അവിടുത്തെ പകൽ ഇവിടെ രാത്രിയാണല്ലോ. അപ്പം ഞാൻ എന്തെന്നറിയോ, ഇവിടുത്തെ പകൽ ഞാൻ ഉറങ്ങാതിരിക്കും അതിനകത്ത് ഫ്ലൈറ്റിൽ. അങ്ങനെ നോക്കി ഒരു 2-3 സിനിമ കണ്ട് അങ്ങനെ ഇരുന്ന്. പക്ഷേ അത് കസ്തൂരി സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയും ചെയ്തു ഈ സമയമെല്ലാം. അപ്പം എൻ്റെ ഈ പരീക്ഷണത്തിന് തയ്യാറായില്ല. അത് കാരണം ഞാൻ ഈ പരീക്ഷണം നടത്തിയത് കാരണം വലിയ കുഴപ്പമായി. എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കം നിന്ന് വളരെ ബുദ്ധിമുട്ടി ഞാൻ. പിന്നെ മാത്രമല്ല ഈ മരുന്ന് കഴിക്കേണ്ടതുണ്ടല്ലോ, ഈ പ്രഷറിൻ്റെയൊക്കെ മരുന്ന് രാവിലെ കഴിക്കേണ്ടത് ഇതിൻ്റെ നേരെ തെറ്റിപ്പോവും. പക്ഷേ അത് കാരണം ഞാനത് ഇന്ത്യൻ ടൈം വാച്ചിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് അത് നോക്കിയാണ് ഞാനിതെല്ലാം കഴിച്ചത്. അപ്പോൾ ആ രീതിയിൽ ഞാനത് നേരത്തെ തന്നെ ഞാൻ അറേഞ്ച് ചെയ്തിരുന്നു. അപ്പോൾ ഇങ്ങനെ എനിക്ക് ഉറക്കം നിന്നത് വലിയ പ്രശ്നമായി. പിന്നെ ഞാൻ അവസാനം ആ ഫ്ലൈറ്റ് ദോഹയിൽ വന്ന് ഈ ഫ്ലൈറ്റ് ഇറങ്ങുന്നത് പോലും ഞാൻ അറിഞ്ഞില്ല. അതുപോലെ ബോധം കെട്ട് ഉറങ്ങിപ്പോയി.
അത്ര ഭയങ്കര ഉറക്കമായിരുന്നു. ഫ്ലൈറ്റ് ധാരണ താഴെ ഇറങ്ങിയാൽ എല്ലാവരും അറിയും. ഇത് അതും ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ദോഹയിൽ നിന്ന് കണക്ഷൻ ഫ്ലൈറ്റാണ്. പിന്നെ ഒരു 2.5 മണിക്കൂർ 2 മണിക്കൂർ ഓളം ലേ ഓവർ ഉണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഈ ഫ്ലൈറ്റ് വരും, നമ്മുടെ കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റ്. അതും വളരെ സുഖകരമായ ഒരു ആയിരുന്നു വന്നത്. നല്ല യാത്രയായിരുന്നു. അത് കയറി വന്നു. അതിനകത്തും കയറിയതേ എനിക്കറിയാവുള്ളൂ. ഇവിടെ കൊച്ചി വന്ന് ഇറങ്ങിയത് ഞാൻ അറിഞ്ഞില്ല. എന്നെ വന്ന് കസ്തൂരി വിളിച്ചുണർത്തിയപ്പോഴാണ് ഞാൻ അറിയുന്നത്. കാരണം ഞാൻ അതുപോലെ ഉറങ്ങിപ്പോയി. ഫുഡൊക്കെ ഓർഡർ ചെയ്തിരുന്നു, ഉറക്കത്തിൽ തന്നെ ഓർഡർ ചെയ്തത്, അത് കൊണ്ടവിടെ വെച്ചിരുന്നത്, അത് കഴിച്ചില്ല. അപ്പോൾ അതൊന്നും കഴിക്കാൻ അതിന് അത്രത്തോളം ക്ഷീണമായിപ്പോയി. പിന്നെ യാത്രയെന്ന് പറഞ്ഞാൽ എത്രയൊക്കെ സൗകര്യവും സുഖവും ഉണ്ടെങ്കിലും ഉണ്ടല്ലോ, യാത്ര തന്നെയാണ്. അതിൻ്റേതായ ബന്ധപ്പാട് നമുക്കുണ്ട് എപ്പോഴായാലും. നമുക്ക് പിന്നെ ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ അറിയത്തില്ല, നമ്മളിതിൻ്റെ ആകർഷണമായിട്ട് അങ്ങ് പോവും, ഇതെല്ലാം അങ്ങ് പോവും. പക്ഷേ അവസാനം ഇരിക്കുമ്പോൾ എന്താ മുതുവിന് വേദന, ഇതൊക്കെ ഇങ്ങനെ ഇരിക്കല്ലേ, കൂടുതൽ ഇരുന്നതാണ് പ്രശ്നമായി. ഞാനങ്ങ് കിടന്നാൽ മതിയായിരുന്നു, കിടന്നങ്ങ് ഉറങ്ങിയാൽ മതിയായിരുന്നു. അത് ചെയ്യാൻ പോയില്ല, മണ്ടത്തരമാണ് കാണിച്ചത്. അങ്ങനെ ചിലപ്പം പറ്റും കേട്ടോ. ഇപ്രാവശ്യം ഒരു പുതിയ പരീക്ഷണം നോക്കിയത്, എല്ലാ പ്രാവശ്യവും ജെറ്റ് ലാഗ് ഇല്ലാതിരിക്കാൻ. പക്ഷേ ഇവിടെ വന്നപ്പോൾ എന്താണെന്നറിയോ, എല്ലാ പ്രാവശ്യവും ഉണ്ടാകുന്നതിനേക്കാളും കൂടുതലാണ് ഇപ്രാവശ്യം ഉണ്ടായത്. എൻ്റെ പരീക്ഷണം വിജയിച്ചില്ല. വൈഫിന് യാതൊരു പ്രശ്നമില്ല, പക്ഷേ എനിക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ആ ഉറങ്ങി അങ്ങ് തീർത്ത് കേട്ടോ ഈ 2 ദിവസം. ഏതായാലും ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് ഞാൻ ഏതാണ്ട് ഒരു നല്ല രൂപമായി എന്നേ പറയാൻ പറ്റുന്നുള്ളൂ. എന്നാലും ഇപ്പോഴും ക്ഷീണമുണ്ട്. ഏതായാലും നല്ലൊരു യാത്രയായിരുന്നു അത്. അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ടുള്ളതും ഇങ്ങോട്ടുള്ളതും. ഇനി അടുത്ത ഏതെങ്കിലും രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാം.